എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതുതായിട്ട് റിലീസായിട്ടുള്ള ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമ, സാന്ദ്ര തോമസ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള നിർമ്മാതാവ്, പണ്ട് വിജയ് ബാബുവൊത്ത് ഫ്രൈഡേ ഫിലിംസ് ഹൗസ് ചെയ്തിരുന്ന സാന്ദ്ര തോമസ് സ്വതന്ത്രയായ ശേഷം നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രമാണ് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ആ സിനിമ ഞാൻ കണ്ടു. ആ സിനിമയെക്കുറിച്ച് അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചിലപ്പോൾ നിങ്ങളുമായിട്ട് സാമ്യം വരാം, ചിലപ്പോൾ സാമ്യം വരാതിരിക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സിനിമ കാണുക, സിനിമ കണ്ടിട്ട് മാത്രം അതിനെ വിലയിരുത്തുക. ഒരാളുടെ അഭിപ്രായം കണ്ട് മാത്രം വിലയിരുത്തുക. അപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം. രവി ട്രിസബോൾ, ആൻഡോ ജോസ് പെരേര എന്നീ രണ്ട് സംവിധായകർ ചേർന്നാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥയും തിരക്കഥയും എല്ലാം അവരുടേത് തന്നെയാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ എന്ന് പറയുന്നത് ഒരു അച്ഛനും മകനുമായിട്ടുള്ള ഒരു ബന്ധം ആണ് പറയുന്നത്. ബേബിയും സിബിയും, ഈ അച്ഛൻ മകൻ ബോണ്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിൽ തിരക്കഥയിൽ കുറച്ച് പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എബി, സിബി എന്നിവരായിട്ട് ബാബുരാജും സൈനികവുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജനപ്രിയൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ കുറേ രംഗങ്ങളെയൊക്കെ ഓർമ്മ വന്നു എനിക്ക്. അപ്പോൾ ഇവര് ഒരു ഗ്രാമപ്രദേശത്ത് ഇവർ താമസിക്കുന്ന ആ ഗ്രാമീണതയൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പുഷ്പകണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, അവരുടെ കൂടെ സുഹൃത്തായിട്ട് വരുന്ന രഞ്ജി പണിക്കറിൻ്റെ കഥാപാത്രം, രഞ്ജി പണിക്കറിൻ്റെ ഭാര്യയായിട്ട് മാലാ പാർവതി. അപ്പോൾ അവർക്ക് രണ്ട് മക്കൾ, ഷാരോണും ശോഷയും. ഷാരോണായിട്ട് ഷൈൻ ടോം ചാക്കോ ആണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ശോഷയായിട്ട് മഹിമ നമ്പ്യാർ. RDXന്റെ വിജയശേഷം മഹിമയും ഷൈനയും ചേർത്ത് അതേ കോമ്പിനേഷനിൽ, അതേ കോമ്പോയിൽ ഒരു സിനിമ എന്നുള്ള രീതിയും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, ഷൈൻ തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന്, ഒരു ആംഗ്രി ഇങ്മാൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചെയ്യാനായിട്ട്, ഒരു ഗ്രാമീണതയുള്ള ഒരു യുവാവിൻ്റെ വേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിധിവരെ ഷൈൻ വിജയിച്ചിട്ടുമുണ്ട്. ബാബുരാജിന്റെ ബേബി എന്ന കഥാപാത്രം ബാബുരാജിന്റെ കരിയറിൽ തന്നെ മികച്ച ഒരു കഥാപാത്രമാണ്. സിനിമയെ അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു കഥാപാത്രമാണ് ബാബുരാജിന്റെ പ്രണയരംഗം. അതായത് മധ്യവയസ്കെത്തിയ ഒരു മകന്റെ അച്ഛൻ, പ്രായപൂർത്തിയായ കല്യാണം കഴിക്കാറായ ഒരു മകന്റെ അച്ഛന് മറ്റൊരു സ്ത്രീയുമായിട്ടുണ്ടാകുന്ന ഒരു പ്രണയം, ആ പ്രണയത്തിന്റെ മകന്റെ സപ്പോർട്ട്, അവരുടെ പ്രണയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. രമ്യ സുബിയാണ് ബാബുരാജിന്റെ കാമുകിയായ സിസിലിയെ അവതരിപ്പിക്കുന്നത്. സിസിലിക്ക് ഒരു മകളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും അധികം കയ്യടി നേടിയത് തന്നെ ഭർത്താവായിട്ട് വരുന്ന ജോയിയാണ്. ജോയിയുടെ കഥാപാത്രം ഷമ്മി തിലകനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷമ്മി തിലകന്റെ കഥാപാത്രം സിനിമയെ പെട്ടെന്ന് നമ്മളെയൊക്കെ ഒരു മയക്കത്തിലിരിക്കുക, നമ്മളെയൊക്കെ പെട്ടെന്ന് രസിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ബോറടിച്ചൊക്കെ അല്പം ഇരിക്കുമ്പോഴാണ് ഷമ്മി തിലകന്റെ കഥാപാത്രം വരുന്നത്. ആ കഥാപാത്രം നമ്മൾ തിയേറ്ററിൽ വളരെയധികം കയ്യടി നേടി. അതുപോലെ തന്നെ ഒരു പ്രതികാരമൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു പ്രതികാരം, പണ്ട് കുട്ടിക്കാലത്ത് നടത്തിയ തനിക്ക് കിട്ടിയ ക്രൂരതയ്ക്കെതിരെയുള്ള പ്രതികാരം, അതൊക്കെ വലിയ രീതിയിൽ തിയേറ്ററിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള അവിടെ ഇരുന്ന ആൾക്കാർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് അവരുടെ കയ്യടികളിൽ നിന്നും ചിരിയിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. GCC രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിച്ചു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ GCC രാജ്യങ്ങളിൽ ഇത് നിരോധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. കാതൽ എന്ന് പറയുന്ന സിനിമയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ അതിനൊരു കാതൽ നഷ്ടപ്പെട്ടു പോയി. അത് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഷാരോണും ഒരു വിദേശത്തുള്ള ഒരാളുമായിട്ടുള്ള ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അത് നാട്ടിൽ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരികയും പിന്നീട് സിബിയുടെ സഹായം തേടുകയും ചെയ്യുകയാണ്. അപ്പോൾ സിബി അതെങ്ങനെ അവതരിപ്പിക്കും? അതിൻ്റെ ഇടയിൽ തന്നെ സിബിയും ശോഷയുമായിട്ടുള്ള പ്രണയം, ആ പ്രണയം ഒക്കെ കുറച്ചൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ചിലർക്കൊക്കെ ക്രിഞ്ച് തോന്നും. ക്രിഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെടാം. പിന്നെ അസ്ഥാനത്തുള്ള പാട്ടുകൾ, സിനിമ തുടങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു പാട്ട് വരുന്നു. ആ പാട്ട് കഴിഞ്ഞാൽ ഉടനെ 5 സീൻ കഴിഞ്ഞ അടുത്ത പാട്ട്. ഇതെന്താണ് എപ്പോഴും പാട്ട് 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 എന്നുള്ള രീതിയിൽ പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ മോശമായി പോയി. കൃത്യസ്ഥലത്ത് തന്നെ പാട്ടുകൾ പ്ലേസ് ചെയ്യാവുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു. അനാവശ്യമായ പാട്ടുകളാണ്. പിന്നെ കഥ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാട്ടുകൾ പ്ലേസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. രഞ്ജി പണിക്കർ തൻ്റെ റോള് സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള പഴയ ലാലു ലക്സ് ടൈപ്പ്. പിന്നീട് രഞ്ജി പണിക്കർ തന്നെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ കഥാപാത്രം, അമ്മ കഥാപാത്രമായിട്ട് മാലാ പാർവതി വരുന്നുണ്ട്. പൊന്നമ്മ ബാബു ഒരു ചെറിയ വേഷത്തിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ബംഗാളിയായിട്ട് വരുന്ന ഒരു നടനുണ്ട്. ആ ബംഗാളിയായിട്ട് വരുന്ന താരത്തിൻ്റെ കഥാപാത്രം എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ടോം ചാക്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഈ റോൾ ചെയ്യാൻ മലയാളത്തിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഉള്ളൂ. അത് കൃത്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആദ്യ പകുതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്തു. പക്ഷേ രണ്ടാം പകുതിയിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ചുമ്മാ സിഗരറ്റും വലിച്ച് മദ്യപിച്ച് നടക്കുന്ന ഒരു കഥാപാത്രം മാത്രമായിട്ട്, തനിക്ക് വേണ്ടി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഷൈൻ്റെ ഷാരോൺ എന്ന് പറയുന്ന കഥാപാത്രം മാറിപ്പോയി. അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നതിൽ പരാജയപ്പെട്ടു. ക്ലൈമാക്സിൽ പോലും നാട്ടുകാർ അതെങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊന്നും പറയുന്നതിൽ ചിത്രം പരാജയമായി മാറിയിട്ടുണ്ട്. സിനിമയുടെ എഡിറ്റിങ്ങും വലിയ രീതിയിൽ നമുക്ക് മികച്ചതായിട്ട് തോന്നുന്ന രീതിയിലൊന്നുമല്ല എഡിറ്റിങ് ചെയ്തിരിക്കുന്നത്. സിനിമാട്ടോഗ്രാഫി ലൂക്ക് ജോസ് ആണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലൂക്ക് ജോസിന്റെ ക്യാമറ എന്ന് പറയുന്നത് ഇടുക്കി ഭാഗത്താണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇടുക്കിയുടെ സൗന്ദര്യം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു ഫ്രഷ്നെസ്സോട് കൂടി നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രഷ്നെസ് ഉള്ള ദൃശ്യവിസ്മയമൊരുക്കാൻ ലൂക്കിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗാനങ്ങളൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കേട്ട് കേട്ട് നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുമോ എന്നും അറിയില്ല. മൊത്തത്തിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറഞ്ഞ് പാളിപ്പോയ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെയും ഇവിടെയും ചിരിക്കാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളുണ്ടെങ്കിലും ഒരു പാസീവ് സിനിമയായിട്ട് എനിക്ക് ഇതിനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബൈ.